അബ്രഹാമിന് ദൈവം നൽകിയ 2 വാഗ്ദത്തങ്ങളുണ്ട്. അതിലൊന്നിതായിരുന്നു, നീ അനുഗ്രഹിക്കപ്പെടും. 2 ഇതായിരുന്നു, നീ ഒരു അനുഗ്രഹം ആയിരിക്കും. യു ഷാൽ ബി എ ബ്ലെസ്സിങ് ആൻഡ് യു ഷാൽ ബി ബ്ലെസ്സഡ്. ഇന്ന് പകലാധരം തുറന്ന് കരമുയർത്തി പറഞ്ഞേ, ഐ ഷാൽ ബി എ ബ്ലെസ്സിങ് ആൻഡ് ഐ ഷാൽ ബി ബ്ലെസ്സഡ്. ഞാനൊരനുഗ്രഹമായിരിക്കും, ഞാൻ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. അധരം തുറന്നെന്നോട് ചേർന്ന് പറഞ്ഞേ, ഞാനൊരനുഗ്രഹമായിരിക്കും. എൻ്റെ സഭയ്ക്ക് ഞാനൊരനുഗ്രഹമായിരിക്കും. എൻ്റെ അഭിഷേകത്തിന് ഞാനൊരനുഗ്രഹമായിരിക്കും. എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാനൊരനുഗ്രഹമായിരിക്കും. എൻ്റെ മക്കൾക്ക് ഞാനൊരനുഗ്രഹമായിരിക്കും. എൻ്റെ അയൽപക്കക്കാർക്ക് ഞാനൊരനുഗ്രഹമായിരിക്കും. ഞാനൊരുവനെ കണ്ടാൽ ഞാൻ അവനൊരനുഗ്രഹമായിരിക്കും. ഞാനൊരുവൻ്റെ വീട്ടിൽ ചെന്നാൽ അവനൊരനുഗ്രഹമായിരിക്കും. ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നാൽ ഒരനുഗ്രഹമായിരിക്കും. ഞാൻ ആർക്കും ഒരു ഭാരമാകത്തില്ല. വായി തുറന്ന് പറഞ്ഞേ, ഞാൻ ആർക്കും ഒരു ഭാരമാകത്തില്ല. ഞാൻ ആർക്കും ഒരു ഭാരമാകത്തില്ല. ഞാനൊരനുഗ്രഹമായിരിക്കും. കരവും ശബ്ദവും ഉയർത്തി പറഞ്ഞേ, ഐ ഷാൽ ബി എ ബ്ലെസ്സിങ്, ഐ ഷാൽ ബി എ ബ്ലെസ്സിങ്, ഐ ഷാൽ ബി എ ബ്ലെസ്സിങ്. ബിയോണ്ട് ദാറ്റ് യു ഷുഡ് ബി ബ്ലെസ്സഡ്, യു ഷുഡ് ബി ബ്ലെസ്സഡ്. ഇന്ന് പകൽ പറഞ്ഞേ, ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ അനുഗ്രഹിക്കപ്പെടും. വായി തുറന്ന് പറഞ്ഞേ, ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. പറഞ്ഞ് ഉറക്കെ പറഞ്ഞ്, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. എൻ്റെ സമ്പത്ത് അനുഗ്രഹിക്കപ്പെടും. എൻ്റെ പേരൊരനുഗ്രഹമായിരിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടും. എൻ്റെ തൊഴിൽ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് പകലൊരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു, എൻ്റെ ശുശ്രൂഷ ഒരു അനുഗ്രഹമായിരിക്കും. എൻ്റെ ശുശ്രൂഷ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞ്, യു വിൽ ബി എ ബ്ലെസ്സിങ് ആൻഡ് യു ഷാൽ ബി ബ്ലെസ്സഡ്. യു വിൽ ബി എ ബ്ലെസ്സിങ് ആൻഡ് യു ഷാൽ ബി ബ്ലെസ്സഡ്. കരം കൊടുത്ത് പ്രൈസിലോട് പറയാനല്ല, കരം കൊടുത്ത് മുഖത്ത് നോക്കി ധൈര്യത്തോടെ ഇടകത്ത് കിടക്കുന്ന അഭിഷേകത്തിൽ നിന്ന് പറഞ്ഞ്, യു വിൽ ബി എ ബ്ലെസ്സിങ് ആൻഡ് യു ഷാൽ ബി ബ്ലെസ്സഡ്. ആമേൻ. ഇന്ന് ആരാധന കഴിഞ്ഞ് വാഹനത്തിൽ കയറി തമ്മിൽ പറയണം, യു വിൽ ബി എ ബ്ലെസ്സിങ് ആൻഡ് യു ഷാൽ ബി ബ്ലെസ്സഡ്. വീട്ടിൽ ചെന്ന് ദൂരത്തിരിക്കുന്ന മക്കളെയോ മരുമക്കളെയോ ഒക്കെ വിളിച്ച് പറയണം, യു വിൽ ബി എ ബ്ലെസ്സിങ് ആൻഡ് യു ഷാൽ ബി, യു വിൽ ബി എ ബ്ലെസ്സിങ് ആൻഡ് യു ഷാൽ ബി ബ്ലെസ്സഡ്. There should not be a word of curse even in your mouth. There should not be a curse even in your word. നിൻ്റെ വാക്കിൽ പോലും എന്തുണ്ടാകരുത്? ഒരു ശാപം ഉണ്ടാകരുത്. നിൻ്റെ വാക്കിൽ പോലും ശാപം ഉണ്ടാകരുത്. പകരം എല്ലായ്പ്പോഴും അനുഗ്രഹത്തെ, കാരണം അനുഗ്രഹം അനുഭവിപ്പാൻ തക്കവണ്ണം നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അനുഗ്രഹം അനുഭവിപ്പാൻ തക്കവണ്ണം കരവും ശബ്ദവും ഉയർത്തിയൊരു ഹല്ലേലൂയ മുഴക്കിയാട്ടെ. കഴിഞ്ഞ രാത്രി വായിച്ച അതേ വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം വായിച്ചുകൊണ്ട് നമ്മുടെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. അവനെ സർവ്വത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. 2 വെളിപ്പാടുകളാണ് നാം കഴിഞ്ഞ രാത്രി അതിനകത്തു നിന്ന് ധ്യാനിച്ചു തുടങ്ങിയത്. ഒന്ന് ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വെളിപ്പാട്. ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന 2 വെളിപ്പാടുകളും സഭയെ സംബന്ധിക്കുന്ന 2 വെളിപ്പാടുകളും പറഞ്ഞാണ് പൗലോസ് അവിടെ സഞ്ചരിക്കുന്നത്. ക്രിസ്തു തലയാണ്, സഭ ശരീരമാണ്. എന്നാൽ അതിലേക്കല്ല നാം കടക്കുന്നത്. അടുത്തതായി അദ്ദേഹം പറയുകയാണ്, ക്രിസ്തു നിറയ്ക്കുന്നവനാണ്, സഭ നിറവാണ്. ഇന്ന് പകൽ എന്നോടൊന്ന് റെസ്പോണ്ട് ചെയ്ത് പറഞ്ഞേ, ക്രിസ്തു നിറയ്ക്കുന്നവനാണ്, സഭ നിറവാണ്. അങ്ങനെയെങ്കിൽ അവൻ നിറയ്ക്കുന്നവനും ഞാൻ നിറവുമാണ്. ഞാനൊരു ശൂന്യതയല്ല, ഞാനൊരു ഇല്ലായ്മയല്ല, ഞാനൊരു നിറവാണ്. ഇന്ന് പകൽ ഡിക്ലെയർ യുവർ സെൽഫ്, ബ്ലസ് യുവർ സെൽഫ്, കൺസിഡർ യുവർ സെൽഫ്, യു ഷാൽ ബി ദ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു നിറയ്ക്കുന്നവനാണെങ്കിൽ അവൻ്റെ നിറവ് വെളിപ്പെടുന്നത് എവിടെയാണ്? ക്രിസ്തുവിൻ്റെ നിറവ് വെളിപ്പെടുന്നത് എന്നിലും നിങ്ങളിലുമാണ്. അവൻ എന്നെ വിളിച്ചത്, വേർതിരിച്ചത്, തൻ്റെ സഭയ്ക്കകത്ത് കൊണ്ടുവന്നത്, തൻ്റെ മക്കളാക്കി തീർത്തത്, ടു മാനിഫെസ്റ്റ് ഹിസ് ഫുൾനെസ്. എൻ്റെ കർത്താവ് എന്നെ വിളിച്ച് വേർതിരിച്ച് തൻ്റെ മകനാക്കി, മകളാക്കി തീർത്തത് അവൻ്റെ നിറവ് എന്നിൽ വെളിപ്പെടുത്താനാണ്.
പിശാച ശൂന്യത എന്നിൽ വെളിപ്പെടുത്തത്തില്ല, പാരമ്പര്യം പരാജയം എന്നിൽ വെളിപ്പെടുത്തത്തില്ല. പകരം പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ ദൈവം പ്രസാദിച്ചു. എന്തൊരു വാക്കാണ്! ക്രിസ്തുവിനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ ദൈവം പ്രസാദിച്ചു. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, അവന്റെ കൃപയുടെ അത്യന്ത ധനം വരും കാലങ്ങളിൽ നിങ്ങളിൽ വെളിപ്പെടുത്തേണ്ടതിന്. We are the manifestors of Christ. We are the manifestors of Christ. We are the visible displays of his riches, of the riches of his glory, grace and the fullness. I shall be the visible manifestation, visible display of Christ fullness. ഞാൻ ഒരു നിറവായിരിക്കുക. ഇന്ന് പകൽക്കാലം ആവർത്തിച്ച് നിന്റെ ശൂന്യതകളെ നോക്കി പ്രതിവചിച്ചാട്ടെ, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുവാൻ കഴിയുന്നവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. കഴിഞ്ഞ രാത്രി പൂർത്തീകരിക്കുമ്പോൾ എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോയത്. അവിടെ വിളിച്ചു പറയുകയാണ്, ഇറങ്ങി എന്ന് പറയുന്നവൻ എല്ലാറ്റിനെയും നിറയ്ക്കേണ്ടതിന് അവൻ എന്ത് ചെയ്തോ? അവൻ കയറുകയും ചെയ്തുവെന്നാണ് പറഞ്ഞത്. ഒലിവുമലയുടെ മുകളിൽ നിന്ന് ശിഷ്യന്മാർ കാണുക ഇരു കരങ്ങളും ഉയർത്തി സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു മേഘങ്ങളിൽ മറയുമ്പോൾ ഒരു ഉറപ്പ് ലഭിക്കുകയായിരുന്നു, അവൻ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവനാണ്. ഇന്ന് പകൽക്കാലം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു മുഖാന്തര ഞാൻ നിറവുള്ളവനായിരിക്കാം. ശൂന്യതകൾക്ക് ഇനി എൻ്റെ മേൽ സ്ഥാനമില്ല. ഇന്ന് പകൽ അധരം തുറന്ന് പറഞ്ഞേ, ശൂന്യതകൾക്ക് എൻ്റെ മേൽ സ്ഥാനമില്ല. ആമേൻ. ഇന്ന് പകൽക്കാലം നിറവ് എന്ന് നാം പഠിക്കുമ്പോൾ അടുത്ത ഒരു ചോദ്യം വരാം, എത്രത്തോളം നാം നിറയുന്നവരായിരിക്കണം? എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന സഭ എന്ന് പറയുമ്പോൾ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, എത്രത്തോളം നാം നിറവുള്ളവരായിരിക്കണം? എന്താണ് നമ്മുടെ നിറവിൻ്റെ ഒരു ലൈന്? എന്താണ് നമ്മുടെ നിറവിൻ്റെ ഒരു മെഷർമെൻറ്റ്? പഴയ നിയമ രാജാക്കന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ അവരുടെ ഒരു മെഷർ ലൈൻ എന്ന് പറയുന്നത് ദാവീദായിരുന്നു. ഓരോ രാജാക്കന്മാരെയും കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, എങ്കിലും അവൻ്റെ പിതാവായ ദാവീദിനെ പോലെ അവൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ വഴിയിൽ ഏകാഗ്രമായിരുന്നില്ല. അപ്പോൾ ദാവീദായിരുന്നു ഒരു മെഷർ ലൈന്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദാവീദല്ല മെഷർ ലൈൻ. എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും. അടുത്ത ഭാഗം വായിക്കാമോ? ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണോ. ആമേൻ. Your fullness will be equal to the fullness of God. ദൈവത്തിന്റെ നിറവിനോളം ഞാൻ നിറഞ്ഞു വരണോ. നിന്റെ പിതാക്കന്മാരുടെ നിറവല്ല നിന്റെ നിറവ്, അംബാനിയുടെയും അദാനിയുടെയും നിറവല്ല നിന്റെ നിറവ്, ട്രംപിന്റെയും മോഡിയുടെയും നിറവല്ല നിന്റെ നിറവ്. നിന്റെ നിറവെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നിറവാണ്. ആമേൻ. ദൈവത്തിന്റെ നിറവാണ്. സമുദ്രത്തിന്റെ നിറവല്ല, ഭൂമിയുടെ നിറവല്ല, ദൈവത്തിന്റെ നിറവാണ് നിന്റെ നിറവ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിന്നെ ചലഞ്ച് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നു, നിന്റെ നിറവുകളെ ആർക്ക് അളക്കാൻ കഴിയോ? നിന്റെ നിറവുകളെ ആർക്ക് പിടിപ്പാൻ കഴിയോ? പൗലോസ് പറയുകയാണ്, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ തക്കവണ്ണം ഒരു പ്രാപ്തി നിങ്ങൾക്ക് പ്രാപിക്കുകയോ. ദൈവത്തിന്റെ സകല നിറവിനോളം നിറഞ്ഞു വരണോ. ദൈവത്തിന്റെ നിറവുകളോളം നിറഞ്ഞു വരണം. ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ നിറവിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അടുത്ത ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് നമുക്ക് നിറയുവാൻ കഴിയുന്നത്? നമ്മൾ നിറയണമെന്ന് പറയും, പക്ഷേ ഹൗ ക്യാൻ ബി ഫിൽഡ്? വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ ശക്തിയും തേജസ്സും ഹേതുവായിട്ട് ദൈവാലയം പുക കൊണ്ട് നിറഞ്ഞു. ദൈവത്തിന്റെ ശക്തിയും തേജസ്സും ഹേതുവായിട്ട്, ദൈവത്തിന്റെ ശക്തിയും തേജസ്സും ഹേതുവായിട്ട്, ദൈവത്തിന്റെ ശക്തിയും തേജസ്സും ഹേതുവായിട്ട് ദൈവാലയം നിറഞ്ഞു. ദൈവത്തിന്റെ ആലയം നിറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തിന്റെ സഭ നിറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു മനുഷ്യന്റെ കരുണ കൊണ്ടല്ല, ഒരു മനുഷ്യന്റെ ഒത്താശ കൊണ്ടല്ല, നിന്റെ വിദ്യാഭ്യാസം കൊണ്ടല്ല, നിന്റെ സമ്പന്നത കൊണ്ടല്ല, നിന്റെ പ്രാപ്തി കൊണ്ടല്ല. ബിക്കോസ് ഓഫ് ദ മൈറ്റ് ആൻഡ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ശക്തിയും മഹത്വവും ഹേതുവായി ഞാൻ നിറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ നിറവ് പ്രാപിക്കും. വായി തുറന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ നിറവ് പ്രാപിക്കാം. 2, ദൈവത്തിന്റെ തേജസ്സാൽ, അതർവൈസ് ഗ്ലോറി, മഹത്വത്താൽ, ദൈവത്തിന്റെ മഹത്വത്താൽ ഞാൻ നിറവ് പ്രാപിക്കാം. ഇന്ന് പകൽ വിശ്വസിച്ചാട്ടെ, എൻ്റെ ശക്തി ബലഹീനമായിരിക്കാം, എൻ്റെ ശരീരം ബലഹീനമായിരിക്കാം, എൻ്റെ ബുദ്ധി ശൂന്യമായിരിക്കാം, എന്നെ സഹായിപ്പാൻ ഞാൻ ആരെയും കാണുന്നില്ലായിരിക്കാം. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ദൈവത്തിന്റെ ശക്തിയാൽ, ദൈവത്തിന്റെ മഹത്വത്താൽ
നിറഞ്ഞാൽ അവന്റെ ശക്തിയും ഹേതുവായി ഞാൻ നിറയുക. അതുകൊണ്ടാണ് മീഖായുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ മീഖായുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിനാൽ, യഹോവയുടെ ആത്മാവിനാൽ ശക്തിയും ന്യായവും വീര്യവും കൊണ്ട് ഞാൻ നിറഞ്ഞിരിക്കുന്നു. ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ബൈ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിന് ഇടം കൊടുക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കുറവുകൾ സംഭവിക്കത്തില്ല. മീഖ 3:8 അവിടെ പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവിനാൽ ശക്തിയും തേജസ്സും കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന്. ദൈവത്തിന്റെ ആത്മാവിനാൽ. ഇന്ന് പകൽ എത്ര പേർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു? അതിക്രമവും യഹോവയുടെ ആത്മാവിനാൽ ശക്തിയും ന്യായവും വീര്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഫുൾനെസ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഇന്ന് പകൽ ഞാൻ ദൈവസഭയോട് വിളിച്ചു പറയുന്നു, പെന്തക്കോസ്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അഭിഷേകമാണ്, പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. Wherever the fullness of spirit is there, there will be the fullness of God. പരിശുദ്ധാത്മാവിന്റെ ചലനമുള്ളിടത്ത് യഹോവയുടെ ആത്മാവിനാൽ അവൻ ശക്തിയും വീര്യവും ന്യായവും കൊണ്ട് നിറഞ്ഞു. നിന്റെ ബലഹീനതയിൽ ശക്തി പ്രാപിക്കുക, നിന്റെ ഭയങ്ങളിൽ വീര്യം പ്രാപിക്കുക, നീ നേരിട്ട അന്യായങ്ങളിൽ നിനക്ക് ന്യായം ലഭിക്കുക. യഹോവയുടെ ആത്മാവിനാൽ, യഹോവയുടെ ആത്മാവിനാൽ എനിക്കൊരു ന്യായത്തിന്റെ നിറവുണ്ടായി. യഹോവയുടെ ആത്മാവിനാൽ എനിക്കൊരു ശക്തിയുടെ നിറവുണ്ടായി. യഹോവയുടെ ആത്മാവിനാൽ എനിക്കൊരു വീര്യത്തിന്റെ നിറവുണ്ടായി. ശക്തി എന്നുള്ളത് ശരീരത്തിലാണ്, വീര്യം എന്നുള്ളത് മനസ്സിലാണ്, ന്യായം എന്നുള്ളത് സോഷ്യൽ ലെവലിലാണ്. ഇന്ന് പകൽക്കാല നിന്റെ ശരീരത്തെ നിറയ്ക്കുവാൻ, നിന്റെ മനസ്സിനെ നിറയ്ക്കുവാൻ, നിന്റെ സമൂഹത്തിൽ നിനക്ക് നിറവ് നൽകുവാൻ നിന്റെ ദൈവത്തിന്റെ അഭിഷേകത്തിന്, നിന്റെ ദൈവത്തിന്റെ ആത്മാവിന് കഴിയാ. ഇന്ന് പകൽ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. By the Spirit of the Lord I shall be filled. By the Spirit of the Lord, by the Spirit of the Lord I shall be filled. രാസചാരിയ പ്രവർത്തനിയ ലർഥേനി മഹസംദരാദി. യഹോവയുടെ ആത്മാവ് ഒരുത്തനെ നിറച്ചു കഴിഞ്ഞാൽ ആ നിറവിന്റെ ഒരു അടയാളം എന്താണെന്നറിയാമോ? 3:8. ഞാൻ അതിലേക്ക് മുമ്പോട്ട് പോവുകയാണ്. 3:8 ഇസ്രായേലിനോട് യഹോവയുടെ ആത്മാവിനാൽ ശക്തി ന്യായവും വീര്യം കൊണ്ട് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ആമേൻ. ഇസ്രായേലിനോട് അവന്റെ പാപമോ, യാക്കോബിനോട് അവന്റെ അതിക്രമമോ, ഇസ്രായേലിനോട് അവന്റെ പാപവും പ്രസ്താവിക്കേണ്ടതിന്. കണ്ടോ, യാക്കോബിനോട് അവന്റെ അതിക്രമമോ, ഇസ്രായേലിനോട് അവന്റെ പാപവും പ്രസ്താവിക്കേണ്ടതിന്. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ ആത്മാവിന്റെ ഫുൾനെസ് നിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പാപത്തോട് നീ സമരസപ്പെടത്തില്ല, അതിക്രമക്കാരനോട് നീ സമരസപ്പെടത്തില്ല, ആമേൻ, ദുഷ്പ്രവർത്തിക്കാരനോട് നീ സമരസപ്പെടത്തില്ല. പിശാചിനെ കണ്ടാൽ, അന്ധകാരത്തിന്റെ കെട്ടുപിടിച്ച മനുഷ്യനെ കണ്ടാൽ നിന്റെ നട്ടല് വാഴപ്പിണ്ടി പോലെ വളയത്തില്ല. കാരണം യഹോവയുടെ ആത്മാവ് നിന്നെ നിറച്ചാൽ യാക്കോബിന്റെ മുഖത്ത് നോക്കി അവന്റെ പാപമോ, ഇസ്രായേലിന്റെ മുഖത്ത് നോക്കി നീ കാണിച്ചത് അക്രമമാടാ എന്ന് പറയാനുള്ള ആംബിയർ അവന്റെ മേളിൽ കിടക്കുക. ഇന്ന് പകൽക്കാലം ഇതിനകത്തുനിന്ന് ഒരു അഭിഷക്ത ജനറേഷൻ എഴുന്നേൽക്കട്ടെ. ഇതിനകത്തുനിന്ന് ഒരു അഭിഷേകത്തിന്റെ തീ പിടിച്ച തലമുറ എഴുന്നേൽക്കട്ടെ. നിറവുള്ള മനുഷ്യൻ അതിക്രമത്തോട് സമരസപ്പെടത്തില്ല. നിറവുള്ള മനുഷ്യൻ പാപത്തോട് ഒത്തുപോകത്തില്ല. അവൻ കട്ട് ആൻഡ് റൈറ്റ് ആയിരിക്കും. അവൻ വെട്ടും. അവൻ പറയും പാപത്തോട്, യാക്കോബിനോട് അവന്റെ പാപമോ, ഇസ്രായേലിനോട് അവന്റെ അതിക്രമവും വിളിച്ചു പറയേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ ശക്തിയും ന്യായവും വീര്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽക്കാലം വിളിച്ചു പറ, by the fullness of the Lord. ദൈവത്തിന്റെ സഭ, ഒരു ദൈവത്തിന്റെ അഭിഷക്തൻ, ഒരു ദൈവത്തിന്റെ പൈതൽ, അവനൊരു വാനിറ്റിയല്ല, അവനൊരു വോയിഡല്ല. പകരം അവൻ എന്താണ്? അവൻ ഫുൾനെസ് ആണ്. ഐ ഷാൽ ബി ദ ഫുൾനെസ് ഓഫ് ഗോഡ്. അങ്ങനെയെങ്കിൽ എന്തിലെല്ലാം നാം നിറവുള്ളവരായിരിക്കണം? ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോവുകയാണ്. എൻ്റെ മുമ്പിൽ ഏതാണ്ട് 25 മിനിറ്റാണുള്ളത്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ ഒരു നിറവിനെ കുറിച്ച് പറയുകയാണ്. ആ നിറവിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്.
ആമേൻ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അത്തരം തുറന്നു പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പോൾ ദൈവത്തിന്റെ സഭ നിറവിന്റെ ഇടമാണ്. ഒന്നാമത്തെ നിറവ് എന്തിന്റെ നിറവായിരിക്കണമെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ നിറവായിരിക്കണം. എന്താണ് പരിശുദ്ധാത്മാവിന്റെ നിറവ് വരുമ്പോഴുള്ള അടയാളം? പരിശുദ്ധാത്മാവിന്റെ നിറവ് വരുമ്പോഴുള്ള അടയാളം അവിടെ പറയുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവ് വന്നപ്പോൾ പിന്നെ അവർ സംസാരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ ആത്മാവ് ഉച്ചരിപ്പാൻ നൽകുന്നതായിരിക്കും പരിശുദ്ധാത്മ നിറവുള്ളവൻ സംസാരിക്കുന്നത്. അവന്റെ ബുദ്ധി ഓഫായിരിക്കുക. സാഹചര്യങ്ങൾക്കനുസരിച്ച് അവൻ സംസാരിക്കത്തില്ല, ബുദ്ധിക്കനുസരിച്ച് അവൻ സംസാരിക്കത്തില്ല. അന്നേരത്തെ കോപം വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണെന്ന് പറയത്തില്ല. ആമേൻ. എനിക്കത് അറിയാവുന്നത് കൊണ്ട് പറഞ്ഞാണെന്ന് പറയത്തില്ല. ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവൻ സംസാരിക്കാൻ തുടങ്ങി. കണ്ടോ, പരിശുദ്ധാത്മാവിന്റെ നിറവ് ഒരുവന്റെ വായിൽ, ഒരുവന്റെ മേൽ വന്നു കഴിഞ്ഞാൽ അവന്റെ വാക്കുകൾ പോലും എന്ത് ചെയ്യുന്നറിയാമോ? പരിശുദ്ധാത്മാവിനാൽ കൺട്രോൾ ചെയ്യപ്പെടാൻ തുടങ്ങും. ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ പൈതലെ, പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മളിൽ സംഭവിക്കട്ടെ. ആമേൻ. ദൈവത്തിന്റെ സഭ നിറവിന്റെ ഇടമാണ്. അതിലൊന്ന് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ അവൻ നിറവുള്ള മനുഷ്യൻ സംസാരിക്കുന്നത് ആമേൻ ആത്മാവ് നൽകുന്നത് പോലെയായിരിക്കാം. രണ്ട്, അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഞാൻ ആ വിഷയത്തെ വിശദീകരിച്ചാൽ എങ്ങും എത്തുകയില്ല. അന്യഭാഷ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ പറയുന്ന പലവിധമായ തെറ്റിദ്ധാരണകളുണ്ട്. എന്നാൽ ഞാൻ വേഗത്തിൽ പറയട്ടെ. അന്യഭാഷ എന്ന് പറയുമ്പോൾ പ്രധാനമായി 4 or 5 തിരിച്ചു പറയാം. ഒന്ന്, ഒരു ഇവാഞ്ചലിക് ടങ് ഉണ്ട്, മിഷിയോളജിക്കൽ ടങ്. അത് സുവിശേഷീകരണത്തിന് വേണ്ടിയുള്ളതാണ്. അത് ഭാഷാന്തരമായി നാം ആഫ്രിക്കയിൽ ചെന്നാൽ ആഫ്രിക്കക്കാരനോട് അങ്ങനെ സംസാരിക്കുക. നാം കർണാടകത്തിൽ ചെന്നാൽ കന്നഡയിൽ സംസാരിക്കുക. ഒരു മിഷനറിക്ക് നൽകപ്പെടുന്നതാണ്. 2 സ്തോത്രം. അതാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനം 1:13 പറഞ്ഞത്, ഞാൻ മനുഷ്യരുടെ ഭാഷയിൽ സംസാരിച്ചാൽ. അപ്പം മനുഷ്യരുടെ ഭാഷ, അതാണ് ഇവാഞ്ചലിക് ടങ്. സ്തോത്ര. ബാബേൽ ഗോപുരത്തിങ്കൽ ദൈവം കലക്കിക്കളഞ്ഞ ഭാഷ പരിശുദ്ധാത്മാവിനാൽ ഏകീകരിക്കപ്പെടാം. എന്നാൽ കൊരിന്ത്യ ലേഖനം 13 അടുത്തത് പറയുകയാണ്, ഞാൻ മനുഷ്യരുടെ ഭാഷയിൽ മാത്രമല്ല ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാൽ. അപ്പോൾ അന്യഭാഷയിൽ ഒരു ഏഞ്ചലിക് ടങ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഹല്ലേലൂയ. ഹല്ലേലൂയ എന്നുള്ളത് സ്വർഗ്ഗത്തിലെ ദൂതന്മാരുടെ ഭാഷയാണ്. അങ്ങനെ നമ്മൾ ആരാധിക്കുമ്പോൾ അന്യഭാഷകളിൽ സംസാരിക്കുക. മൂന്നാമതായി നമുക്ക് നൽകപ്പെടുന്ന ഒരു ഭാഷയുണ്ട്, അൺനോൺ ടങ്. അന്യഭാഷകളല്ല, അന്യഭാഷ, അൺനോൺ ടങ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. അതൊരു മിസ്റ്റീരിയസ് ലാംഗ്വേജ് ആണ്. ഒറ്റ ദൂതന് മനസ്സിലാക്കാൻ കഴിയത്തില്ല, ഒറ്റ ദുർഭൂതങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല, ഒറ്റ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള, ഒരു ദൈവവും അഭിഷക്തനും തമ്മിലുള്ള കോഡ് ഭാഷയാണ്. ഒന്ന്, മിഷിയോളജിക്കൽ ഇവാഞ്ചലിക് ടങ്. 2, ഏഞ്ചലിക് ടങ്. 3, സ്തോത്ര. മൂന്നാമതായി അൺനോൺ ടങ്. 4മതായി അതർ ടങ്. ഈ അതർ ടങ്ങിനെ കുറിച്ചാണ് വിശുദ്ധ പൗലോസ് കൊരിന്ത്യ ലേഖനം 14 പറയുന്നത്, വ്യാഖ്യാനി ഇല്ലായിരിക്കുന്നുവെങ്കിൽ അന്യഭാഷക്കാരൻ മിണ്ടാതിരിക്കട്ടെ. ആമേൻ. അത് ലാംഗ്വേജ് ടു ബി ഇന്റർപ്രറ്റഡ് ആണ്. അത് 4മത്തെ ഭാഷ. 5, അന്ധകാര ശക്തികളോട് സംസാരിക്കുന്നതായ അധികാരത്തിന്റെ ഭാഷ. അതാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു പുതുഭാഷ. യേശു തൻ ഭൂമിയിലായിരുന്നപ്പോൾ 3 പ്രാവശ്യം അന്യഭാഷകളിൽ സംസാരിച്ചു. ഒന്ന്, യായിറോസിന്റെ മകളുടെ കരം പിടിച്ച് തലീത്ത കൂമി എന്ന് പറഞ്ഞു. 2, ഊമനും ചെകിടനുമായ പുരുഷനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവന്റെ ചെവിയിലും നാവിലും വിരലുകൾ ഇട്ടിട്ട് സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനെ നോക്കി എഫാത്ത എന്ന് വിളിച്ചു പറഞ്ഞു. 3, യേശു കർത്താവ് ക്രൂശിന്മേൽ കിടക്കുമ്പോൾ എലോഹി എലോഹി ലമ്മ ശബക്താനി എന്ന് ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു. ഇത് 3ഉം യേശു കർത്താവ് അന്യഭാഷകളിൽ സംസാരിക്കുകയായിരുന്നു. എന്നാൽ ആദ്യത്തെ 2 അന്യഭാഷയിലേക്ക് നാം ശ്രദ്ധിച്ചാൽ, എഫാത്ത, തലീത്ത കുമി, ഈ 2 ഭാഷകളോ അത് ദൈവത്തോട് സംസാരിക്കുന്നതായിരുന്നില്ല. എഫാത്ത, തലീത്ത കുമി എന്ന വാക്കുകളുടെ ചരിത്രം നാം പഠിച്ചാൽ അത് ഒരു കൽദയ ഭാഷയാണ്. കൽദയ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ യേശു കർത്താവ് ജീവിച്ചിരിക്കുന്നതിന് ഏതാണ്ട് 6 ശതകങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ബാബിലോണിയൻ സാമ്രാജ്യത്തിൽ ഉളവായി എടുത്ത ലിപിയും വേരോട്ടവുമുള്ള ഭാഷയാണ്. എന്നാൽ ബാബിലോണിയ സംസ്കാരത്തിന് ശേഷം പേർഷ്യൻസ് രാജ്യം കടന്നു വരികയോ, പേർഷ്യന് ശേഷം ഗ്രീക്ക് സാമ്രാജ്യം കടന്നു വരികയും ചെയ്ത യേശുവിൻ്റെ കാലത്ത് റോമ സാമ്രാജ്യത്തിൽ അന്നാരും
കൽദയ ഭാഷ സംസാരിക്കുകയുണ്ടായിരുന്നില്ല. എന്നാൽ ഈ യായിറോസിന്റെ മകളുടെ ആത്മാവിനെ പിടിച്ചുകൊണ്ടുപോയി വെച്ചത് ആരായിരുന്നു എന്നറിയാമോ? പൂർവ്വകാലങ്ങളിലെ കൽദയ മന്ത്രവാദ ശക്തികളായിരുന്നു. സ്തോത്ര. ഇനിയും കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എഫാത്ത എന്ന വാക്കിന്റെ അർത്ഥവും കൽദയ ഭാഷയിൽ തന്നെയാണ് എഫാത്ത എന്ന വാക്കിന്റെയോ ഉറവിടം. അപ്പോൾ അവന്റെ വായെയും ചെവിയെയും കെട്ടിവെച്ചിരുന്നത് ആരാണെന്നറിയാമോ? ഒരു കൽദയ ദുരാത്മാവായിരുന്നു. സാമ്രാജ്യം തകർന്നു പോയെങ്കിലോ കാലങ്ങൾ കടന്നുപോയെങ്കിലോ അപ്പോഴും ഒരു കൽദയ അവർ മന്ത്രവാദത്തിലോ ആഭിചാരത്തിലോ കൽദയ ഭാഷയിൽ ചൊല്ലിക്കെട്ടിയ മരണത്തിന്റെ ശക്തിയെ, ഊമപിശാചിനെ യേശു കൽദയ ഭാഷയ്ക്കകത്ത് അഴിച്ചെടുത്തു. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, നിന്റെ അന്യഭാഷയുടെ മുൻപാകെ പാതാള ഗോപുരങ്ങൾ തകർന്നടിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇളകി മറിയുന്ന ഒരു ദൈവത്തിന്റെ ശക്തി മറഞ്ഞിരിപ്പുണ്ട്. അതരങ്ങൾ തുറന്ന് അന്യഭാഷകളിൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞോട്ടെ. ഒന്ന്, ഒരുവൻ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ അവൻ ദൂതൻ, അവൻ മിഷിയോളജിക്കൽ ഇവാഞ്ചലിക്കൽ ടങ്കാണ്. 2, ഏഞ്ചലിക് ടങ്കാണ്. 3, സ്തോത്ര, അത് ദൈവത്തോട് സംസാരിക്കുന്ന അൺനോൺ ടങ്കാണ്. 4, ടു ബി ഇന്റർപ്രറ്റഡ്, അന്യഭാഷകളാണ്. അത് സഭയുടെ ഉത്തേജനത്തിനാണ്. 5, അന്ധകാര ശക്തികളോട് എതിർത്ത് നിൽക്കുവാനാണ്. യേശു കർത്താവ് പറഞ്ഞു, എലോഹി എലോഹി ലമ്മ ശബക്താനി. എന്താണ് യേശു പ്രാർത്ഥിച്ചത്? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അവിടെ നിൽക്കുന്ന യഹൂദന്മാരുടെ മുൻപാകെ യഹൂദ്യ, അരാമ്യ, ലത്തീൻ, ഗ്രീക്ക് ഭാഷയിൽ യേശു പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അവർ അവിടെ എഴുതി വെച്ചേനെ. അവൻ ചാകാൻ നേരം ദൈവം തള്ളിക്കളഞ്ഞെന്ന് അന്നേരം അവന് മനസ്സിലായതെന്ന്. എന്നാൽ മാനവരാശിയുടെ പാപം പേറി യേശു കർത്താവിന് ആ വാക്ക് ഉച്ചരിച്ചേ മതിയാകത്തുള്ളൂ. എന്നാൽ മനുഷ്യരാൽ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കേണ്ടതിന്, തെറ്റായ വിധി ഉണ്ടാകാതിരിക്കേണ്ടതിന് യേശു കർത്താവ് ഉറക്കെ വിളിച്ചു, ഏലി ഏലി ലമ്മാ ശബക്താനി. അത് കേട്ട് നിന്ന് ശതാധിപൻ വിളിച്ചു പറഞ്ഞു, നോക്കൂ, അവൻ ഏലിയാവിനെ വിളിക്കുകയായിരിക്കാം എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞ ഭാഷ എന്ത് ചെയ്തില്ല? അവിടെ നിൽക്കുന്നവർക്കാർക്ക് മനസ്സിലായില്ല. നിനക്ക് ചുറ്റും നിൽക്കുന്നവർ നിന്റെ പ്രാർത്ഥനയെ പോലും വേട്ടയാടുമ്പോൾ, നിന്റെ ആരാധനയെ പോലും വേട്ടയാടുമ്പോൾ, അസൂയയുടെ കണ്ണുകൾ കൊണ്ട്, വിമർശനത്തിന്റെ കണ്ണുകൾ കൊണ്ട് നിന്നെ തലങ്ങും കെട്ടിയിടുമ്പോൾ, നിനക്ക് വേണ്ടി സ്വർഗം തുറന്ന് കാടുകൾ കൂർപ്പിച്ചിരിക്കുന്ന ദൈവ നിന്റെ വായിൽ അവൻ അറിയാത്ത ഒരു ഭാഷ നൽകി നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥകളെ സ്വർഗീയ മർമ്മങ്ങളായി ദൈവത്തോട് പറയുവാൻ പ്രാപ്തിയാക്കും. പരിശുദ്ധാത്മാവിന്റെ നിറവ് ഒരുവനെ അന്യഭാഷ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുപോകുക. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. സ്തോത്രം. 2 ലൂക്കോസിന്റെ സുവിശേഷം 1:41 അവിടെ നമുക്ക് കാണുവാൻ കഴിയുക, പരിശുദ്ധാത്മാവ് നിറഞ്ഞു. എന്താണെന്നറിയാമോ? 1:41 മറിയയുടെ വന്ദനം കേട്ടപ്പോൾ, എലിസബത്ത് കേട്ടപ്പോൾ പിള്ളെ അവളുടെ ഗർഭത്തിൽ തുള്ളി. അടുത്ത ഭാഗം, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്. 42 വാക്യം, ഉച്ചത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൾ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ നിറം ഒരുത്തന്റെ മേളിൽ വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യുമെന്ന് അറിയാമോ? അവന്റെ സൗണ്ട് കൂടാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിന്റെ നിറവ് നരകത്തിൽ ഭയങ്കര സൈലൻസ് ആണ്. അവിടെ ഇങ്ങനെ ഞരങ്ങിയുള്ള കരച്ചില്, പല്ലി ഞറുമുന്ന ശബ്ദവും മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, സൗണ്ടിനോട് ഒരു അലർജി ഉണ്ടെങ്കിൽ ഒരിക്കലും സ്വർഗത്തിൽ പോകാൻ പ്രാർത്ഥിക്കരുത്. സ്വർഗത്തിൽ പോയ ഭയങ്കര കഷ്ടമായിരിക്കും. എന്താ കാര്യം എന്നറിയാമോ? തകർത്ത ഇടിനാദം പോലെ, മഹാപുരുഷാരത്തിന്റെ ആരവം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ സ്വർഗത്തിൽ ശബ്ദമുണ്ടാകുക. ഇവിടെ ഇരുന്ന് സൗണ്ട് കേൾക്കാൻ വയ്യാത്തവൻ, 400 വാട്ട്സിന്റെ സ്പീക്കറിൽ കൂടെ പുറത്ത് വരുന്ന സൗണ്ട് കേൾക്കാൻ വയ്യാത്തവൻ സ്വർഗത്തിലെങ്ങാനും വല്ല അബദ്ധത്തിലും ചെന്നു പോയി കഴിഞ്ഞാൽ ഇതുപോലെ നരകം പിടിച്ച ഒരു ജീവിതം കാണത്തില്ല. ഇന്ന് രാത്രി ഉച്ചത്തിൽ ആരാധിക്കാൻ കഴിയാത്തവനെ സ്വർഗം നിനക്കുള്ളതല്ലെന്ന് തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിന്റെ നിറവ് ഒരുത്തന്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങും. He cried out. The loud voice came out of his mouth. ഒരു നിമിഷം ഉച്ചത്തിൽ കരങ്ങൾ അടിച്ച് ഉച്ചത്തിൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞോട്ട്. അത്യുച്ചത്തിൽ 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തകർത്ത ഇടിനാദം പോലെ, മഹാപുരുഷാരത്തിന്റെ ആരവം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ജീസസ്. ഉച്ചത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ ഉച്ചത്തിൽ വിളിച്ചു പറയുക. ആമേൻ. ദൈവസഭ ആരായിരിക്കണം? നിറവുള്ളതായിരിക്കണം. അപ്പൊ ദൈവസഭയ്ക്കകത്തുനിന്ന് എന്തോ ഉണ്ടാകണം? അത്യുച്ചനാദത്തിലുള്ള ശബ്ദങ്ങൾ ഉയരണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറഞ്ഞത്, ഉച്ചനാദത്തിൽ ദൈവത്തെ ആരാധിക്കണം. അത്യുച്ചനാദമുള്ള കൈത്താളത്തോടെ ദൈവത്തെ ആരാധിക്കണം. അത്യുച്ചനാദമുള്ള കൈത്താളം
ചേർത്ത് കൈകൾ തമ്മിൽ ചേർത്ത് കൊട്ടുമ്പോൾ 2 ചെമ്പിന്റെ തകിടുകൾ ചേർത്ത് വെച്ചിട്ട് ഈ ചെമ്പിന്റെ നമ്മൾ ഇന്ന് ഇക്കാലത്തും പ്രാചീന കേരളത്തിന്റെ ഈസ്റ്റേൺ കൾച്ചറിലൊക്കെ ഈ ഇന്ത്യയുടെ ഈസ്റ്റേൺ കൾച്ചറിൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ മ്യൂസിക്കിനകത്തൊക്കെ നമുക്ക് കാണുവാൻ കഴിയുക. വലിയ ഡ്രം സെറ്റിലൊക്കെ വെസ്റ്റേണിൽ അതിങ്ങനെ സിമ്പിളായിട്ട് തിരിച്ചു വെച്ചിരിക്കുന്നത് കാണാൻ കഴിയുക. സ്തോത്ര. 2 കൈയിലും ചെമ്പിന്റെ വലിയ പാളികൾ വെക്കുക. എന്നിട്ട് ഈ പാളികൾ എന്ത് ചെയ്യുന്നറിയാമോ? തമ്മിൽ അടിക്കുക. അതാണ് കൈത്താള. അപ്പൊ ദാവീദ് പറയുക, വലിയ ചെമ്പ് പാളികൾ എടുത്തിട്ട് വലിയ കൈത്താളങ്ങളെ ഉണ്ടാക്കി അടിച്ചു വത്തിച്ച നാദമുള്ള കൈത്താളങ്ങളോടെ ദൈവത്തെ വാഴ്ത്തുവി. ആരാധന ഇറ്റ് ഷുഡ് ബി ഇൻ ലൗഡ് വോയിസ്. അത് പരിശുദ്ധാത്മ നിറവിന്റെ പ്രത്യേകതയാണ്. എന്നിട്ട് അതല്ല വിഷയം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവൾ പറയാൻ തുടങ്ങിയത് എന്താണെന്നറിയാമോ? സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്നിട്ട് അടുത്ത വാക്ക് പറയുകയാണ്, നീ എൻ്റെ അടുക്കൽ വന്നത് എനിക്ക് ഭയങ്കര മാന്യതയായി പോയി. കേട്ടോ, മറിയത്തിന്റെ അടുക്കൽ എലിസബത്ത് പറയാ, നീ എൻ്റെ അടുക്കൽ വന്നത് എനിക്ക് വലിയ മാന്യതയായി പോയി. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, കർത്താവ് തന്നോട് പറഞ്ഞത് നിവർത്തി വരുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി എന്ന് പറയുകയാണ്. അത് ഭർത്താവിനിട്ടൊരു കൊട്ടുകൊട്ടിയതാ. ഞങ്ങളുടെ വീട്ടിൽ ഒരുത്തൻ ഊമനായിട്ടിരിപ്പുണ്ട്, മമ്മ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞിട്ടും പുള്ളിക്ക് എന്തോ പറ്റിയില്ല, വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷെ നീ അത് അന്നേരെ കയറി വിശ്വസിച്ചോ, നീ ഭാഗ്യവതിയാണ്. എന്നാൽ 43-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്ത് പറയുക, ഈ എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാന്യത എങ്ങനെയുണ്ടായി ഉണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വന്നാൽ ഈ എലിസബത്ത് ഒരു പ്രായമുള്ള അമ്മച്ചിയാ, അവിടുത്തെ ഒരു പുരോഹിതന്റെ ഭാര്യ. ഇത്ര എക്സ്പീരിയൻസ് ആ നാട്ടിൽ വേറെ ആർക്കും കാണത്തില്ല. മറിയമോ കല്യാണപ്രായം എത്തുന്ന ഒരു കൊച്ചു പെങ്കൊച്ച്, കല്യാണപ്രായം എത്തിയ കൊച്ചു പെങ്കൊച്ച് ഈ അമ്മച്ചിയുടെ അടുക്കൽ ചെന്നപ്പോൾ അമ്മച്ചി പറയാ, മോളെ നീ എൻ്റെ അടുക്കൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര മാന്യതയായെന്ന്. അമ്മച്ചി മാത്രമല്ല, ഒരു പഴയ ശ്രേഷ്ഠ പുരോഹിതന്റെ ദൂതനെ കണ്ട പുരോഹിതന്റെ ഭാര്യ. പക്ഷേ ഈ അമ്മച്ചിക്ക് സീനിയോറിറ്റി ഒരു പ്രശ്നമായില്ലെന്നേ. ഈ അമ്മച്ചിക്ക് ഈ ചെറിയ മറിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടപ്പോ ഉള്ളു തുറന്ന് അംഗീകരിക്കാൻ പറ്റി. എന്തുകൊണ്ട് അംഗീകരിക്കാൻ പറ്റി എന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളത് കൊണ്ട്. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുകയാണ്, പരിശുദ്ധാത്മ നിറവുള്ള സഭയ്ക്കകത്ത്, പരിശുദ്ധാത്മ നിറവുള്ള കുടുംബത്തിനകത്ത് അസൂയ വ്യാപരിക്കത്തില്ല, പ്രായത്തിന്റെ വലിപ്പ ചെറുപ്പങ്ങൾ പറയത്തില്ല. ശുശ്രൂഷയുടെ വലിപ്പ ചെറുപ്പങ്ങൾ പറയത്തില്ല, എക്സ്പീരിയൻസ് പറയത്തില്ല. മറിയത്തെ നോക്കിയപ്പോ പ്രായം ഇത്രയേ ഉള്ളൂ, പക്ഷേ അവള് കണ്ടത് മറിയത്തിന്റെ പ്രായമല്ല, അവള് കണ്ടത് മറിയം വഹിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാല പ്രായം നോക്കി, എക്സ്പീരിയൻസ് നോക്കി വിലയിടുന്നതിനപ്പുറം വഹിക്കുന്ന ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് ശുശ്രൂഷയെ, കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുമെങ്കിൽ കണ്ടോ, പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ 1 അന്യഭാഷയിൽ സംസാരിക്കുക, ആത്മാവ് നൽകുന്നത് സംസാരിക്കുക. 2 പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ ഉച്ചത്തിൽ സംസാരിക്കുക. 3 അടുത്തത് പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ അസൂയയില്ലാതെ സംസാരിക്കുക. അടുത്ത ഭാഗത്തിലേക്ക് വരാം. എലിസബത്തിനെ പറഞ്ഞ കൂട്ടത്തിൽ സെഖറിയാവിങ്കിലേക്കൂടെ ഞാൻ കടന്നു വരാം. എലിസബത്തിന്റെ ഭർത്താവ് സെഖറിയാവ്, യോഹന്നാൻ സ്നാപകൻ ജനിച്ച് ശിശുവായി കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുകയാണ്, ഈ കുഞ്ഞ് എന്തായിത്തീരും, ഈ കുഞ്ഞ് എന്തായിത്തീരും? എല്ലാവരും ആശങ്കയുടെ വാക്കുകൾ പറയുകയാണ്. എന്നാൽ ലൂക്കോസ് 1:67 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവന്റെ അപ്പനായ സെഖറിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞത് എന്തെന്നാൽ, പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടെങ്കിൽ നീ സാഹചര്യങ്ങളെ നോക്കി ആശങ്ക പറയത്തില്ല, നീ സാഹചര്യങ്ങളെ നോക്കി ഭയം പറയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവൻ സാഹചര്യങ്ങളെ നോക്കി പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിൽ പ്രവചിച്ചു പറയും. എന്താ പ്രവചിച്ചു പറഞ്ഞതെന്നറിയാമോ? നീയോ ദൈവത്തിന്റെ പൈതലേ, നീ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടോ, നീ കർത്താവിന്റെ വഴിയൊരുക്കുക, അവന്റെ പാതയെ നിരപ്പാക്കുക. ഇന്ന് പകൽക്കാല തലമുറകളുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ, തലമുറകളുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ വരുമ്പോൾ, തലമുറകളുടെ വിദ്യാഭ്യാസത്തിൽ പോരാട്ടങ്ങൾ വരുമ്പോൾ, തലമുറകളുടെ ഉപജീവനത്തിൽ വെല്ലുവിളികൾ നേരിടുമ്പോൾ നീ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കണോ. പ്രതിസന്ധികളെ നോക്കി നീ പ്രവചിക്കണോ, വെല്ലുവിളികളെ നോക്കി നീ പ്രവചിക്കണോ. അവിടെ നീ ധൈര്യം സംസാരിക്കരുത്, അവിടെ നീ ആശങ്ക സംസാരിക്കരുത്, അവിടെ നീ ഭയപ്പാട് സംസാരിക്കരുത്. The Lord has filled you with His anointing, not to say the word of anxiety, but to prophesy. ദൈവസഭ നിറവ. ഇന്ന് പകൽ പറഞ്ഞ ഞങ്ങൾ നിറവാണെന്ന് പറഞ്ഞേ.
പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞതാണ്. ലൂക്കോസ് 4:1. ആമേൻ. പരിശുദ്ധാത്മ നിറവിന്റെ അടുത്ത ഭാഗ, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. അടുത്ത ഭാഗം എഴുതിയിരിക്കുകയാണ്, ആത്മാവ് അവനെ നടത്തി. ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കണം സഭ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കണം നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ. ഇന്ന് പകൽ ഞാൻ ഇതിനകത്തിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളോട് പറയട്ടെ, ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. അങ്ങനെ സ്പിരിറ്റിന്റെ ഒരു ഫുൾനെസ് നിനക്കുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രത്യേകത എന്നറിയാവോ? ആത്മാവ് നമ്മളെ നടത്തിക്കൊണ്ടുപോകാം. അമ്മേ, അത് അന്ധകാരത്തിന്റെ കൂരിരുൾ താഴ്വരകളായിരിക്കട്ടെ, അത് അഗ്നി ശോധനകളായിരിക്കട്ടെ, അത് പെരുവെള്ളം കഴിയുന്ന സമുദ്രങ്ങളാകട്ടെ, മരുഭൂമിയും നിർജ്ജന പ്രദേശവുമാകട്ടെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതല് പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവനെ ആത്മാവ് നടത്തോ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു ഞാൻ ലോകത്ത് കിടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവ്? അത് അന്യഭാഷയിലും കയ്യടിയിലും പാട്ടിലും പ്രാർത്ഥനയിലും ഒതുങ്ങുന്നതല്ല. അതിനപ്പുറം ആത്മാവിനാൽ ഞാൻ നടത്തപ്പെടും. ഇന്ന് പകൽക്കാല be filled in the spirit and the spirit shall lead you in the paths of darkness, in the valleys of darkness, in the seasons of darkness, in the periods of wilderness, in the season of loneliness. The spirit shall lead you. പരിശുദ്ധാത്മാവിനെ കരം പിടിച്ച് വഴി നടത്തുക. That is the result of the fullness of Holy Ghost. Amen. സ്തോത്രം. ഞാൻ 1-2 ഭാഗങ്ങൾ കൂടെ പറഞ്ഞ് അടുത്തതിലേക്ക് കയറുകയാണ്. ഒന്ന്, പരിശുദ്ധാത്മാവിന് നിറവുണ്ടെങ്കിൽ അവൻ പരിശുദ്ധ ആത്മാവ് നൽകുന്നത് പോലെ സംസാരിച്ചു തുടങ്ങും. അവൻ അന്യഭാഷയിൽ സംസാരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെങ്കിൽ അവൻ ഉച്ചത്തിൽ സംസാരിക്കും. അവൻ അസൂയയില്ലാതെ അനുഗ്രഹിച്ച് സംസാരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെങ്കിൽ അവൻ ആശങ്കപ്പെടത്തില്ല, അവൻ പ്രവചിച്ച് സംസാരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെങ്കിൽ അവനെ ആത്മാവ് നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോസ്തല പ്രവൃത്തി 4:31 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ദൈവവചനം ധൈര്യത്തോടെ. ഞാനതിനെ ഒരു പ്രീച്ചിങ്ങിലേക്കല്ല കൊണ്ടുപോകുന്നത്. നിന്റെ മേളിൽ കിടക്കുന്ന വാഗ്ദത്തം നിനക്ക് ഉറക്കെ പറയണമെങ്കിൽ, നിന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം ഉറക്കെ പറയണമെങ്കിൽ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകണം. ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ആമേൻ. എന്നാൽ ഈ 4-ാം അധ്യായം 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഹൗ ക്യാൻ വി അറ്റൈൻ ദിസ് ഫുൾനെസ് ഓഫ് ഹോളി ഗോസ്റ്റ്? ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് എങ്ങനെ പ്രാപിക്കാൻ കഴിയും? പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എങ്ങനെ പ്രാപിക്കാൻ കഴിയും? അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ for the fullness of God, for the fullness of spirit, we must have a prayer life. പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയിരിക്കുന്നു? നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയിരിക്കുന്നു? ഒരു ദിവസം എത്ര പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്? ഒരു ദിവസം എത്ര നേരം നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്? ലെറ്റ് മീ ആസ്ക് യു അഗെയിൻ. ഒരു ദിവസം എത്ര പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്? എത്ര നേരം നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്? തിങ്ക് യുവർ സെൽഫ്, ആൻസർ യുവർ സെൽഫ്. പ്രാർത്ഥനയുടെ എണ്ണം കൂട്ട്, പ്രാർത്ഥനയുടെ സമയം കൂട്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ദീർഘനേരം പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കാമല്ലോ. ഒരു ദിവസം 7 പ്രാവശ്യം പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു ദിവസം 10 പ്രാവശ്യം പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു ദിവസം നിങ്ങൾ എത്ര പ്രാവശ്യം പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുന്നു? ഹൗ മച്ച് മോർ യു പ്രേ, ദാറ്റ് മച്ച് മോർ ഫുൾനെസ് ദർ വിൽ ബി ഇൻ യുവർ ലൈഫ്. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് നമ്മളെ ദൈവത്തിന് കൊള്ളാകുന്നവരാക്കി തീർക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ നിന്ന് തന്നെ തിരഞ്ഞുകൊള്ളുവീൻ. അവരെ ഈ അപ്പം വേലയ്ക്കാക്കണമെങ്കിൽ എന്തോ വേണം? ആത്മാവിൻ്റെ നിറവും ജ്ഞാനത്തിൻ്റെ നിറവും സാക്ഷ്യവും ഉണ്ടായിരിക്കണം. അതിൽ പറയുകയാണ് ആത്മാവിൻ്റെ നിറവ്. ഞാൻ പറയട്ടെ, ഇഫ് യു പ്രിസർവ് ദ ഫുൾനെസ് ഓഫ് ഹോളി ഗോസ്റ്റ്, you can be used in the kingdom of God. അഭിഷേകത്തിൻ്റെ നിറവിനെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ സൂക്ഷിച്ചാൽ നീ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടും. കർത്താവിൻ്റെ വേലയ്ക്ക് നിന്നെ ആക്കും. ആമേൻ. അതല്ല എങ്കിൽ നീ ഒരുപക്ഷെ കർത്താവിൻ്റെ വേല പല വിധത്തിൽ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ യൂദായിൽ
സാത്താൻ കടന്നു. അവൻ നടന്നത് യേശുവിൻ്റെ ശിഷ്യന്മാരോടും അപ്പോസ്തലന്മാരോടും കൂടെയാണ്. പക്ഷെ അവൻ ചെയ്ത വേല ആരുടെയാണ്? മഹാപുരോഹിതന്മാരുടെയും സാത്താൻ്റെതുമാണ്. ബി ഫിൽഡ് ഇൻ സ്പിരിറ്റ്. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറുകയാണ്. ചർച്ചിൻ്റെ ഒരു ദൈവ പൈതലിൻ്റെ ഫുൾനെസ്സിൻ്റെ ഫസ്റ്റ് പാർട്ടെന്ന് പറയുന്നത് സ്പിരിറ്റ് ഫുൾനെസ് ആണ്. 2 യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുകയാണ്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി. ഞാനതിൻ്റെ ആദ്യത്തെ ഭാഗം പിന്നീട് എടുക്കാം. അവിടെ പറയുകയാണ് ഫുൾ ഓഫ് ട്രൂത്ത്, ഫുൾ ഓഫ് ഇൻറ്റഗ്രിറ്റി. നമ്മുടെ അകത്ത് എന്ത് നിറവുണ്ടായിരിക്കണം? സത്യം നിറഞ്ഞ ഒരു ജീവിതം. ഇന്ന് പകൽ പറഞ്ഞാട്ടെ, സത്യത്തിൻ്റെ നിറവിൽ ഞാൻ ജീവിക്കും. എന്നാൽ ഇതേ ഭാഗത്ത് ദുഷ്ടന്മാരെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവരുടെ വായിൽ ഭോഷ്ക് നിറഞ്ഞിരിക്കുന്നു. അവരുടെ വായിൽ ഭോഷ്ക് നിറഞ്ഞിരിക്കുന്നു. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. അവരുടെ അന്തരംഗം നാശകൂപം തന്നെ. ലോകത്തിൽ 2 വിഭാഗങ്ങളുണ്ട്. അന്തരംഗം നാശകൂപമായി ദൈവഭയമില്ലാതെ വായിൽ ഭോഷ്ക് നിറഞ്ഞിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവം വേറെ ഒരു കമ്മ്യൂണിറ്റിയെ സൃഷ്ടിച്ചെടുക്കുകയാണ്. നമ്മളെ ഓരോരുത്തരെയും എന്ത് നിറഞ്ഞവരായിട്ട്? ഫുൾ ഓഫ് ട്രൂത്ത്, സത്യം നിറഞ്ഞവരായി. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ പറയുന്നത്, അവരുടെ വായിൽ ഭോഷ്ക് ഇല്ലായിരുന്നു. അവരുടെ വായിൽ ഭോഷ്ക് ഇല്ലായിരുന്നു. Let us be filled with the truth of God. സ്തോത്രം. അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഞാൻ 2-3 ഭാഗങ്ങളെ വേഗത്തിൽ പറഞ്ഞുപോയി, ഒരു ഭാഗത്തിൽ പൂർത്തീകരിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ബർന്നബാസ് എന്ന മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 11:24. ആമേൻ. ഒരു ദൈവ പൈതലിൻ്റെ ക്വാളിറ്റിയാണ് പറയുന്നത്. അവൻ നല്ല മനുഷ്യനായിരുന്നു. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, ഒരു നല്ല മനുഷ്യനായിരിക്കണം. ഒരു ദൈവ പൈതലിൻ്റെ ആദ്യത്തെ യോഗ്യത എന്താണെന്നറിയാമോ? ബീയിങ് എ ഗുഡ് ഹ്യൂമൻ. ഒരു നല്ല മനുഷ്യനായിരിക്കണം. സ്തോത്രം. ഒരു നല്ല മനുഷ്യനായിരിക്കണം. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്ത് മുഖത്ത് നോക്കിയൊന്ന് പറഞ്ഞേ, നല്ല ഒരു മനുഷ്യനായിരിക്കണം. നല്ല ഒരു മനുഷ്യനായിരിക്കണം. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്ത് ശങ്ക കൂടാതെന്ന് പറഞ്ഞേ, നല്ല മനുഷ്യനായിരിക്കണം. സ്തോത്ര. പാസ്റ്ററൊക്കെ പിന്നീടാണെന്നേ, ആദ്യം ആരായിരിക്കണം? നീ ഒരു നല്ല മനുഷ്യനാവണേ, അതിനുശേഷം ആത്മീയതയൊക്കെ പറയാം. അവനൊരു നല്ല മനുഷ്യനായിരുന്നു. 2 പറയുകയാണ്, അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു. 3 വിശ്വാസത്താൽ നിറഞ്ഞവനായിരുന്നു. We must be filled with faith. We must have a fullness of faith. സ്തോത്രം. എല്ലായ്പ്പോഴും കർത്താവേ, എൻ്റെ വിശ്വാസത്തിൻ്റെ കുറവ് സഹായിക്കണേ. എനിക്ക് വിശ്വാസമില്ലായേ എന്നിത് നിറയും. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നാം നിറഞ്ഞു വരണം. ദൈവത്തിൻ്റെ വിശ്വാസം എന്താണെന്നറിയാം? അവൻ നമ്മളെ വിശ്വസ്തനെന്ന് എണ്ണി. എന്നെ ദൈവം ഈ പുസ്തകം പിടിച്ച് ഏൽപ്പിച്ച് ഇവിടെ കൊണ്ട് നിർത്തിയതേ, ദൈവം എന്നെ അങ്ങ് വിശ്വസിച്ചിട്ടാണ്. ദൈവത്തിന് എന്നെ വിശ്വസിക്കാൻ പറ്റുമെങ്കിലേ നമുക്ക് എങ്ങനെ ദൈവത്തോളമുള്ള വിശ്വാസം ഉളവാക്കിയെടുക്കാൻ കഴിയും? വി മസ്റ്റ് ഹാവ് ദ ഫുൾനെസ് ഓഫ് ഫെയ്ത്ത്. നാം വിശ്വാസത്തിൻ്റെ നിറവുള്ളവരായിരിക്കണം. അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പൈതൽ വളർന്നു. അടുത്ത ഭാഗം, ജ്ഞാനം നിറഞ്ഞു. ആ പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു. റോമാലേഖനം 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ റോമാലേഖനം 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ തന്നെ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിപ്പാൻ പ്രാപ്തരുമാകുന്നു എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോൾ 1 ദയയുണ്ടാകണം, 2 ജ്ഞാനമുണ്ടാകണം, 3 അന്യോന്യം എന്ത് ചെയ്യണം? പ്രബോധിപ്പിക്കണം. ഒരുത്തൻ തെറ്റ് ചെയ്താൽ അവൻ്റെ തെറ്റിനെ മറയ്ക്കുകയല്ല, അവൻ്റെ തെറ്റിന് കൂട്ടു നിൽക്കുകയല്ല, അവനെ പ്രബോധിപ്പിച്ച് എന്ത് ചെയ്യണം? സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുത്തൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ കള്ളന് കഞ്ഞി വെച്ച് കൊടുക്കണമെന്നല്ല പറഞ്ഞത്, പകരം എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? അവനെ തിരുത്തി
തിരുത്തി അവനെ പ്രബോധിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ചില മാസങ്ങൾ ഒരു യൗവനക്കാരൻ, അവൻ്റെ ജീവിതത്തിൽ ഒരു ചില പാളിച്ചകളൊക്കെ വന്നു. ഞാൻ അവനെ വളരെ സ്നേഹിച്ച് അവനെ കൂടെ നിർത്തി. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു വിഷയം കൂടെ അവനെക്കുറിച്ച് കേട്ടു. ഞാൻ വേറൊരാൾ വഴി പറഞ്ഞു, അവനിനി ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. സ്തോത്രം. എന്നിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെയാണ്, എന്നെ വിളിച്ചിട്ട് വരാൻ തക്കവണ്ണം. ഞാൻ അവനെ വിളിച്ച് പറഞ്ഞ ഫസ്റ്റ് സെൻറ്റൻസ് ഇതാണ്. അവൻ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത്, മോനെ നീ തെറ്റ് ചെയ്തു, ഞാൻ നിന്നെ താങ്ങിയത് ബലഹീനതയിലാണ്. പക്ഷെ നീ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ നിന്നെ താങ്ങിയാൽ ആമേൻ, ഞാൻ ആരായിത്തീരുമെന്നറിയാമോ? ഞാൻ കള്ളന് കഞ്ഞി വെച്ചവനായിത്തീരും. അതുകൊണ്ട് നിന്റെ ബലഹീനതയിൽ ഞാൻ താങ്ങിയെന്നുള്ളത് സത്യമാണ്. പക്ഷേ ബലഹീനതയിൽ താങ്ങിയെന്നുള്ളത് സത്യം. പക്ഷേ കള്ളന് കഞ്ഞി വെച്ചവനാകാൻ ഞാൻ കൂട്ടുനിൽക്കത്തില്ലെന്ന് പറഞ്ഞു. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നമ്മളുടെ ഇടയിൽ സഹോദരനെന്ന് പേർപെട്ട ഒരുത്തൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ സൗമ്യതയുടെ ആത്മാവിൽ നമ്മൾ അവനെ വിളിച്ച് ശാസിച്ച് തിരുത്തി നന്മയിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ അവൻ്റെ ആത്മാവ് എന്ത് സംഭവിക്കും? നഷ്ടപ്പെട്ടു പോകും. നമുക്ക് ബലഹീനരെ താങ്ങാം, പക്ഷെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? കള്ളന് കഞ്ഞി വെക്കരുത്. റോമാലേഖനം 1-ാം അധ്യായം അവസാന വാക്യം. റോമാലേഖനം 1-ാം അധ്യായം അവസാന വാക്യം. ആ വാക്യം ഒന്ന് വായിക്കാമോ മോനെ? ആ വാക്യം ഒന്ന് എടുക്കാമോ? റോമർ 1-ന്റെ അവസാനം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്നു. കണ്ടോ, മരണയോഗ്യരമായിട്ടുള്ള തെറ്റായിട്ടുള്ള ദൈവന്യായത്തിന് അനുസൃതമായിട്ടുള്ള അല്ലാത്തതായുള്ള ഒരു കാര്യം ചെയ്യുന്നവരോട് അവരിൽ ചെയ്യുക മാത്രമല്ല, അത് പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, there must be a separation in our life. There must be a separation in our life. ഈ വാക്യം ഈ കഴിഞ്ഞ വർഷത്തിൽ അമേരിക്കയിൽ ഏറ്റവും 10 മിനിറ്റ് കൂടെ എക്സ്ട്രാ എടുക്കട്ടെ. അമേരിക്കയിൽ ഈ വാക്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാക്യമാണ്. റോമർ 1:32. അമേരിക്കയിലെ മെത്തഡിസ്റ്റ് സഭകൾ 2ആയി പിരിഞ്ഞു. മെത്തഡിസ്റ്റ് സഭകൾ 2ആയി പിരിഞ്ഞതിൻ്റെ കാരണം ലെസ്ബിയൻ ഹോമോസെക്ഷുവാലിറ്റിയെ പിന്തുണയ്ക്കുന്നവരും പിന്തുണയ്ക്കാത്തവരും. അപ്പോൾ മെത്തഡിസ്റ്റ് സഭയിൽ ഒരു വിഭാഗം പറഞ്ഞു, ഇന്ന് സമൂഹത്തിൽ ഒത്തിരി പേരിങ്ങനെ ഹോമോസെക്ഷുവാലിറ്റിയിൽ കയറി വരികയാണ്, അവർ വേണമെങ്കിൽ ആരാധനയ്ക്ക് വന്ന് ഇരുന്നിട്ട് പൊക്കോട്ടെ, നമ്മളവരെ ഇറക്കി വിടാനൊന്നും പോകണ്ട, നമ്മളവരുടെ കല്യാണം ഒന്നും നടത്തി കൊടുക്കണ്ട, അവരെവിടെയും ലിവിങ് ടുഗദർ അല്ലേ, അവരിവിടെ വന്ന് ഇരുന്നിട്ട് പോകട്ടെ എന്ന്. എന്നാൽ അതിലെ ഒരു പുരോഹിതൻ എടുത്തു പറഞ്ഞ വാക്യമാണിത്, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യരെന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുക കൂടെ ചെയ്യുന്നു. ആ വ്യക്തി കർശനമായിട്ട് പറഞ്ഞു, ഇല്ല, മെത്തഡിസ്റ്റ് സഭകൾക്കകത്ത് ഹോമോസെക്ഷുവാലിറ്റിക്കകത്ത് നിൽക്കുന്ന ഒരാളെയും സഭയ്ക്കകത്ത് കൂട്ടി നടത്താൻ കഴിയുകയില്ലെന്ന്. എൻ്റെ സഹോദരങ്ങളെ, അമേരിക്കയിലെ മെത്തഡിസ്റ്റ് സഭകൾ 2ആയി പിരിഞ്ഞു. നിങ്ങൾക്കറിയാമോ, സമ്പന്നന്മാർ നിൽക്കുന്ന വലിയ കൂട്ടം മുഴുവനും എങ്ങോട്ട് പോയെന്നറിയാമോ? ഹോമോസെക്ഷുവാലിറ്റിയെ അനുകൂലിക്കുന്നിടത്തേക്ക് പോയി. ഞാൻ അവിടെ ചെന്ന് കണ്ടതാണ്. മനോഹരമായിരിക്കുന്ന ഒരു ദൈവാലയം, പരമാർത്ഥികളായിരിക്കുന്ന കുറച്ച് ജനങ്ങൾ. എന്നാൽ ആ വലിയ ബെഞ്ചുകളുടെ അവിടെയും ഇവിടെയും മാത്രം ഇരിക്കുന്നു. എന്നെ കൂട്ടിക്കൊണ്ടുപോയ സഹോദരൻ പറഞ്ഞു, 1 വർഷം മുമ്പ് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഇത് നിറഞ്ഞു കിടക്കുകയായിരുന്നു, പാർക്കിംഗ് ഗ്രൗണ്ട് ഫുൾ ആയിരുന്നു. പക്ഷെങ്കിൽ വിശുദ്ധിക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി നിൽക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു വലിയ സമൂഹം അവിടെ നിന്ന് ചിതറിപ്പോയി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഒരു ശേഷിപ്പിനെയാണ് ദൈവം അന്വേഷിക്കുന്നത്. ഒരു ശേഷിപ്പിനെയാണ് ദൈവം അന്വേഷിക്കുന്നത്. ആകയാൽ നാം ജ്ഞാനം നിറഞ്ഞവരായിരിക്കണം. ബി ഫുൾ ഓഫ് വിസ്ഡം. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. ജ്ഞാനത്തിൻ്റെ നിറവാണ് നമ്മളെ എന്താക്കി തീർക്കുന്നത്? ആത്മാവിൽ ശക്തരാക്കി തീർക്കുന്നത്. ആകയാൽ ദൈവസഭയുടെ അടുത്ത നിറവിലേക്ക് ഞാൻ പോവുകയാണ്. വേഗത്തിൽ പോകട്ടെ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നീതിഫലം നിറഞ്ഞവരായി തീരണം. വി മസ്റ്റ് ബി ഫ്രൂട്ട് ഈൽഡിങ്, വി മസ്റ്റ് ബി ഫുൾ ഓഫ് ഫ്രൂട്ട്സ്. നമ്മൾ നീതിഫലം നിറഞ്ഞവരായിരിക്കണം. എൻ്റെ സഹോദരങ്ങളെ, ബൈബിൾ നാം പഠിക്കുമ്പോൾ
നമുക്ക് അനേക ഫലങ്ങളെ കാണുവാൻ കഴിയുക. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം, നീതിയുടെ ഫലം കായ്ക്കണം, ആത്മാവിൻ്റെ ഫലം കായ്ക്കണം, അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കണം, സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും സൃഷ്ടിക്കപ്പെടുന്ന അപ്പോൾ സത്യത്തിൻ്റെ ഫലം കായ്ക്കണം. പൗലോസ് അഖായയിലുള്ള സഭകളോട് പറയുകയാണ്, നിങ്ങൾ നൽകിയ നന്മ എനിക്ക് ഫലമായി തീർന്നോ എന്ന് പറഞ്ഞാൽ ഫലം നമ്മുടെ സാമ്പത്തികം കൊണ്ട് നമ്മൾ ഫലങ്ങളെ ഉളവാക്കുന്നവരായിരിക്കണം. അത് മക്കദോന്യ സഭകളോട് അഖായയെക്കുറിച്ച് പറയുകയാണ്, സ്തെഫാനാസ് അവിടെയുള്ള ആദ്യ ഫലമാകുന്നുവെന്ന്. അപ്പോൾ അത് സുവിശേഷീകരണത്താലുള്ള ഫലം. അങ്ങനെ ദൈവവചനത്തിനകത്ത് ഒത്തിരി ഫലങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കായിട്ടും നിങ്ങൾ എന്തുള്ളവരായി തീരണം? ഫലമുള്ളവരായി തീരണം. നമ്മൾ ഫലമുള്ളവരാണെങ്കിൽ മാത്രമേ നമ്മളെ കൊണ്ട്, നമ്മുടെ സഭയെ കൊണ്ട്, നമ്മുടെ കുടുംബത്തെ കൊണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ദൈവത്തിന് എന്തോ ഉണ്ടാകത്തുള്ളൂ? മഹത്വം ഉണ്ടാകത്തുള്ളൂ. അമേ, നമ്മൾക്ക് ഫലം നിറവുണ്ടാകണം. എങ്ങനെ നമുക്ക് ഫലം നിറയാൻ കഴിയും? ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, റോമാലേഖനം 4-ാം അധ്യായം 7-ാം അധ്യായം 4-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ്, ദൈവത്തിന് ഫലം കായ്ക്കണം. ആമേൻ. നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഫലം കായ്ക്കേണ്ടത്? ദൈവത്തിന്. ആ ദൈവത്തിന് ഫലം കായ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടത് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മണവാട്ടിയാകേണ്ടതിന് ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി നിങ്ങളും എന്ത് ചെയ്തിരിക്കുന്നു? മരിച്ചിരിക്കുന്നു. നമ്മുടെ ജഡമോഹങ്ങളെ, രാഗമോഹങ്ങളെ ക്രൂശീകരിച്ച് ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്തിൻ്റെ മഹത്വം നമ്മളിൽ വഹിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? ഫലം കായ്ക്കാൻ കഴിയത്തുള്ളൂ. ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. റോമാലേഖനം 11-ാം അധ്യായം 17-ാം വാക്യം. ഈ വാക്യം ഞാൻ ഒന്ന് ലഘൂകരിച്ച് പറഞ്ഞു തരാം. റോമാലേഖനം 11-ാം അധ്യായം 17-ാം വാക്യം. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവുമരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നുവെങ്കിൽ. അപ്പോൾ എന്ത് ചെയ്യണം? ഒലിവ് മരത്തിൻ്റെ കൊമ്പിന് പങ്കാളിയായി തീരണമെന്നാണോ പറഞ്ഞത്? ഒലിവ് മരത്തിൻ്റെ തടിക്ക് പങ്കാളിയായി തീരണമെന്നാണോ പറഞ്ഞത്? ഒലിവ് മരത്തിൻ്റെ വേരിന് പങ്കാളിയായി തീരണം. ഒലിവ് മരത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഒലിവ് മരത്തിന് വേര്. 2, ഒലിവ് മരത്തിന് ഒരു തായ്തടി. 3, ഒലിവ് മരത്തിന് കൊമ്പുകൾ. ഞാനതിനെ ഇങ്ങനെ പറയുക, കൊമ്പുകൾ എന്ന് പറയുന്നത് കൂട്ടുവിശ്വാസികളാണ്, തടി എന്ന് പറയുന്നത് ശുശ്രൂഷകരാണ്, എന്നാൽ വേര് എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പാസ്റ്ററുടെ സൈഡാണോ നിങ്ങൾ? വിശ്വാസികളുടെ സൈഡാണോ നിങ്ങൾ? ഇന്ന് പകൽ ഞാൻ പറയുകയാണ്, നീ പാസ്റ്ററുടെ സൈഡും പിടിക്കരുത്, നീ വിശ്വാസികളുടെ സൈഡും പിടിക്കരുത്. നീ ആരുടെ സൈഡ് പിടിച്ചോണോ? നീ വേരിൻ്റെ സൈഡ് പിടിച്ചോണം. വേരില്ലെങ്കിൽ, വേരുമായി ബന്ധമില്ലെങ്കിൽ തായ്തടിയുമില്ല, വേരുമായി ബന്ധമില്ലെങ്കിൽ കൊമ്പുകളുമില്ല. എന്നാൽ ഈ കൊമ്പിന് ഒരു ദിവസം മരത്തിൽ നിന്ന് ചാടി ഇറങ്ങി ഈ വേരുമായിട്ട് കണക്റ്റ് ആകാമെന്ന് ചിന്തിച്ചാൽ ഈ മരത്തിലിരിക്കുന്ന കൊമ്പിന് അത് പറ്റുകയില്ല. അതിനൊരു വ്യവസ്ഥയുണ്ട്. വേര് തായ്തടിയുമായി കണക്റ്റായി നിൽക്കുക, തായ്തടി കൊമ്പുകളുമായി കണക്റ്റായി നിൽക്കുക. ഇന്ന് പകൽക്കാലം ദൈവസഭയുടെ വ്യവസ്ഥ അറിഞ്ഞ് ഞാൻ പറയട്ടെ, ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീരാ. എന്നാൽ അപ്പോൾ തന്നെ യൂദായുടെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, യൂദായുടെ ലേഖനം 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു ഭാഗത്തെ കാണാൻ കഴിയുക. യൂദായുടെ ലേഖനം 12-ാം വാക്യം. ആ 12-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. അടുത്ത ഭാഗം കണ്ടോ? ഇല കൊഴിഞ്ഞും ഫലമില്ലാതെ രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. ദേ ആർ സ്പോട്ട്സ് ഇൻ യുവർ ഫീസ്റ്റ്. ഇന്ന് പകൽക്കാലം ആമേൻ, ഫലമില്ലാത്ത ഒരുത്തനെ നമ്മുടെ കൂടെ കൂട്ടിയാൽ, ഫലമില്ലാത്ത ഒരുത്തനുമായി നമുക്കൊരു ബന്ധമുണ്ടെങ്കിൽ അത് നമ്മളെ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നമ്മളെ തീറ്റുന്ന വേരറ്റുപോയ വൃക്ഷങ്ങളാണ്. ആരാണ് ഇവരെന്നറിയാമോ? അതിൻ്റെ 11 തുടങ്ങി 20 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയെന്ന് വായിക്കണം. എന്നാൽ 11-ാം വാക്യം മാത്രം വായിച്ചിട്ട് ഞാൻ വിടുകയാണ്. അവർ കയ്യോ കഷ്ടം, അവർ കൈയിൻ്റെ വഴിയിൽ നടക്കുന്നു, ബിലയാമിൻ്റെ വഞ്ചനയിൽ ഏൽപ്പിക്കുന്നു, കോരഹിൻ്റെ മത്സരത്തിൽ നടക്കുന്നു. അവരെക്കുറിച്ച് പറയുകയാണ്, അവർക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല? ഫലം കായ്ക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം നമ്മൾ കോരഹിൻ്റെ മത്സരികളല്ല, ബിലയാമിൻ്റെ വഞ്ചനക്കാരല്ല, കൈയിൻ്റെ വഴിയിൽ നടക്കുന്നവരല്ല. നമ്മൾ ഫുൾനെസ് ആണ്. നിങ്ങൾ നിറവാകുന്നു സഭയുടെ. ഇന്ന് പകൽ പറഞ്ഞാട്ടെ, ഞാൻ നിറവാണ്, ഞാൻ ഫലമില്ലാത്തവനല്ല. ഫലമില്ലാത്ത വേരറ്റു
അറ്റുപോയ ഒരു മരത്തെ എൻ്റെ കൂടെ നിർത്തുകയുമില്ല. നമ്മളൊക്കെ നാട്ടിൽ റബ്ബറും തോട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും ഒരു റബ്ബർ അതിൻ്റെ കൊമ്പ് റബ്ബർ കേടായി എന്നറിഞ്ഞു കഴിഞ്ഞാൽ കാറ്റും മഴയും വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ എന്തോ ചെയ്യുമെന്നറിയാമോ? ആ റബ്ബർ വെട്ടിക്കളയും. അല്ലെങ്കിൽ എന്തോ സംഭവിക്കുമെന്നറിയാമോ? അടുത്ത കാറ്റിന് ഈ റബ്ബർ ഒടിഞ്ഞു വീണ് വേറെ 4 റബ്ബർ മരവും കൂടെ എന്ത് ചെയ്യോ? ഒടിച്ചു കളയും. സ്തോത്ര. ഇന്ന് പകൽ ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഫലം കായ്ക്കാത്ത വേരറ്റുപോയ 2 ചത്ത വൃക്ഷങ്ങളെ നീ തുണച്ചുകൊണ്ട് നിന്നാൽ കാറ്റിനകത്ത് അവൻ വീഴുമ്പോൾ അവൻ ഒരിക്കലും തനിയെ വീഴത്തില്ല. അവൻ എന്നെയും നിന്നെയും വലിച്ചോണ്ടേ താഴെ പോകത്തുള്ളൂ. വി മസ്റ്റ് ഹാവ് എ സൂപ്പർ നാച്ചുറൽ സെപ്പറേഷൻ ഇൻ ദ ഹോളി ലൈഫ്, ഇൻ ദ ചർച്ച് ലൈഫ്, ബിക്കോസ് വി ആർ ദ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ ആരാകുന്നു? നമ്മൾ നിറവാകുന്നു. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ സഹോദരങ്ങളെ. അടുത്തത് നാം ഇന്ന് കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചു. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 11-ാം വാക്യം, നിങ്ങളുടെ വീടുകൾ നിറവുള്ളതായിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 17-ാം വാക്യം, അവൻ നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്നവനാണ്. 1 തിമോഥെയോസ് 6:17. സഭ എന്ന് പറയുന്നത് ഫുൾനെസ് ആണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കേട്ടിട്ടുള്ള ഒരു സാക്ഷ്യമുണ്ട്. അല്ല, കുട്ടിക്കാലത്തല്ല, ഇപ്പോഴും കേൾക്കുന്ന ഒരു സാക്ഷ്യമുണ്ട്. ഞാൻ ദൈവസഭയിൽ ആരാധനയ്ക്കായി വന്നത് എൻ്റെ ഭൗമികമായ ഒരു വിഷയത്തിനുമല്ല, ആത്മീകമായ വിഷയത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ കടന്നു വന്നത്. എനിക്കൊന്ന് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇറങ്ങിപ്പോകുമ്പോൾ പിന്നെ ഭൗമികമായ വിഷയത്തിനൊക്കെ വേറെ എവിടാ പോകുന്നത്? ഭൗമികമായ വിഷയത്തിനൊക്കെ പിന്നെ എവിടെ പോകും? വേളാങ്കണ്ണി പോകും. ഞാൻ പരമാർത്ഥം പറയാം, ഞാൻ ദൈവസന്നിധിയിൽ വരുന്നത് എൻ്റെ ആത്മീയതയ്ക്കും എൻ്റെ ഭൗമികതയ്ക്കും എൻ്റെ ശരീരത്തിനും എൻ്റെ എല്ലാ വിഷയങ്ങൾക്കും കൊണ്ടാണ് ഞാൻ ദൈവസന്നിധിയിൽ വരുന്നത്. കാരണം എനിക്ക് പോകാൻ വേറെ ഒരിടം ഇല്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഈ ആരാധനയിൽ കടന്നു വരുന്നത് ആത്മീയത മാത്രം പ്രതീക്ഷിച്ചാണ്. ഭൗമികമായ ഒന്നും എനിക്ക് വേണ്ട. 2 ആഴ്ച ഇല്ലാതൊന്ന് നോക്കണം. ഇതുപോലെ ഇനി ചില അമ്മച്ചിമാര് സാക്ഷ്യം പറഞ്ഞ് തലമുറകളെ കെട്ടി തൊലച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പലയിടങ്ങളിലും പറയുന്ന ഭാഗമാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ ലോകത്തിൽ ആരും ആവണ്ട, ഒന്നും ആവണ്ട, എങ്ങും എത്തണ്ട. അവരന്ത്യം വരെയും ദൈവസന്നിധിയിൽ കണ്ണുനീരോടും പ്രാർത്ഥനയോടും ജീവിക്കണമെന്ന് ഒരൊറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. അമ്മച്ചി നല്ല സുന്ദരമായിട്ട് മരിച്ചു. പിള്ളേർ 50 വയസ്സായിട്ട് ഇപ്പോഴും എന്തോ ചെയ്യാ? ഇക്ഷ. കാരണം അമ്മച്ചി സഭയെ സാക്ഷ്യം പറഞ്ഞ് കെട്ടിയതാ. എൻ്റെ കുഞ്ഞുങ്ങൾ ആരും ആകണ്ട, എൻ്റെ കുഞ്ഞുങ്ങൾ ഒന്നും ആകണ്ട, എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങും എത്തണ്ട. അവർ ചാവുന്നിടം വരെ എന്തോ ചെയ്യണം? കരഞ്ഞോണ്ട് ദൈവസന്നിധിയിൽ നിൽക്കണം. ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചതിനെ അഴിക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾ ലോകത്തിൽ ഉന്നതരാകട്ടെ, അവർ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠരാകട്ടെ, അവർ വിശുദ്ധരാകട്ടെ, അവർ മാന്യരാകട്ടെ, അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രയോറിറ്റൈസ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഓൾ ദീസ് ഷാൽ ബി ആഡഡ് ടു യുവർ ലൈഫ്. ദൈവത്തെ രാജ്യം അന്വേഷിക്കുന്നവൻ, നമ്മുടെ സാധാരണ മലയാള ഭാഷയിൽ പറഞ്ഞാൽ, ദൈവത്തെ അന്വേഷിക്കുന്നവൻ തെണ്ടി നടക്കേണ്ടി വരത്തില്ല. ദ ചർച്ച് ഈസ് ദ ഫുൾനെസ് ഓഫ് ഗോഡ്. തൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും കുറവില്ലല്ലോ. നമ്മൾ പലപ്പോഴും 23-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം മാത്രമേ അറിയത്തുള്ളൂ. 23-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം എന്താണെന്നറിയാവോ? തൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ല. പക്ഷേ 23-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനം എന്തോ പറയുന്നതെന്നറിയാവോ? എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. 23-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം ഭാഗം പറയുന്നത് എന്താണെന്നറിയാവോ? അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്നു. പക്ഷെ 23-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം ഭാഗം എന്തോ പറയുന്നതെന്നറിയാമോ? സ്തോത്രം, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. 23-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം ഭാഗം എന്തോ പറയുന്നതെന്നറിയാമോ? അവൻ എന്നെ സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ 23-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനം എന്തോ പറയുന്നതെന്നറിയാമോ? നന്മയും കരുണയും എൻ്റെ പുറകെ
വരും. 23-ാം സങ്കീർത്തനത്തിന്റെ 1-ാം ഭാഗത്തിൽ നമ്മൾ വെള്ളത്തിലേക്ക് നമ്മൾ പോവുക. പക്ഷെ അവസാനത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുക? ഇങ്ങോട്ട് വരിക. അടുത്ത പറയുകയാണ്, കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. പക്ഷെ അടുത്ത ഭാഗം എന്തുവാ പറയുന്നതെന്നറിയാമോ? സ്തോത്രം. ആമേൻ. ശത്രുക്കളുടെ മുമ്പാകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. സ്തോത്രം. ആമേൻ. മരണത്തിന്റെ താഴ്വരയിൽ കൂടെ ഞാൻ നടക്കുമെന്ന് പറഞ്ഞ ഭക്തൻ അവസാനം പറയുന്നത് എന്താണെന്നറിയാമോ? യഹോവയുടെ ആലയത്തിൽ ഞാൻ എന്നേക്കും ദീർഘകാലം വസിക്കുക. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതിനെ നമ്മൾ പ്രാപിക്കണം. ഞാൻ മറ്റൊരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ, നമ്മൾ പലരും കുടുംബ പ്രാർത്ഥനയ്ക്ക് 90-ാം സങ്കീർത്തനത്തിൽ അവസാനിപ്പിക്കുക. 90-ാം സങ്കീർത്തനം എന്താ പറയുന്നത് അറിയാമോ? 70 ഏറെയായാൽ 80. അപ്പച്ചന്മാർ 83-ാമത്തെ വയസ്സിൽ മരിച്ച മക്കൾ എഴുന്നേറ്റ്, ബൈബിൾ തുറക്കാത്ത കള്ളൻ എഴുന്നേറ്റ് പിറ്റേന്ന് സാക്ഷ്യം പറയാം, എൻ്റെ അപ്പച്ചന് ദൈവം 3 വർഷം കൂടെ ഗ്രേസ് പീരീഡ് കൊടുത്തെന്ന്. ആരാടാ നിന്നോട് പറഞ്ഞത് അപ്പച്ചൻ 3 വർഷത്തെ ഗ്രേസ് പീരീഡിലാണ് ജീവിച്ചതെന്ന്? 70 വർഷം 83 ആയാൽ പറയും 3 വർഷം കൂടെ അപ്പച്ചന് ഗ്രേസ് പീരീഡ് കൊടുത്തെന്ന്. 70 അല്ലെങ്കിൽ 80 എന്ന് പറഞ്ഞാൽ മോശ എത്ര മരിച്ചതെന്നറിയാവോ? മോശ 120 എത്തിയിട്ട് ആള് പോയത്. ഇനി 90-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ് 70 ഏറെയായാൽ 80 മാത്രമെന്ന്. പക്ഷെ 91-ാം സങ്കീർത്തനത്തിൽ എന്താ പറയുന്നറിയാവോ? 91-ാം സങ്കീർത്തനം എന്താ പറയുന്നത്? ആമേൻ. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, 90-ാം സങ്കീർത്തനം പാടി ബൈബിൾ അടയ്ക്കരുത്, 91 കൂടെ ചേർത്ത് വായിക്കണം. ദൈവത്തിൻ്റെ ആലയത്തിലെ നന്മകൾക്കകത്ത് നീ തൃപ്തി പ്രാപിക്കണം. ദൈവത്തിൻ്റെ സഭ നിറവാണ്. അവിടെ ജീവൻ്റെ നിറവുണ്ട്, അവിടെ സമ്പത്തിൻ്റെ നിറവുണ്ട്, അവിടെ ആരോഗ്യത്തിൻ്റെ നിറവുണ്ട്, അവിടെ സമാധാനത്തിൻ്റെ നിറവുണ്ട്, അവിടെ സൗഖ്യത്തിൻ്റെ നിറവുണ്ട്. ഐശ്വര്യമായി ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന ഇടമാണ് ദൈവത്തെ ആരാധിക്കാൻ വരുന്ന ദൈവത്തിൻ്റെ സഭ. Here you shall be richly blessed. ഞാൻ ആരാധിക്കാൻ വരുന്നത് അനുഗ്രഹിക്കപ്പെടാനാണ്. അതരം തുറന്നൊന്ന് പറഞ്ഞേ, ഞാൻ ആരാധിക്കാൻ വരുന്നത്, ഉറക്കെ പറഞ്ഞേ, ഞാൻ ആരാധിക്കാൻ വരുന്നത് അനുഗ്രഹിക്കപ്പെടാനാണ്. ഞാൻ ആരാധിക്കാൻ വരുന്നത് അനുഗ്രഹിക്കപ്പെടാനാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവനാമത്തിനൊരു മഹത്വമാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന ദൈവനാമത്തിനൊരു മഹത്വമാണ്. ഞാൻ പൂർത്തീകരിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി. വി മസ്റ്റ് ബി ഫിൽഡ് വിത്ത് ഗ്രേസ് ആൻഡ് ദ മൈറ്റ്. ഗ്രേസ് ആൻഡ് ദ പവർ. നമ്മുടെ ജീവിതത്തിൽ കൃപയുടെ നിറവുണ്ടാകണം, ശക്തിയുടെ നിറവുണ്ടാകണം. കൃപയും ശക്തിയും നിറഞ്ഞാൽ എന്ത് സംഭവിക്കും? ജനത്തിൻ്റെ ഇടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. എൻ്റെ സഹോദരങ്ങളെ, കൃപയ്ക്ക് 2 തലമുണ്ട്. കൃപയുടെ ബേസിക്, കൃപയുടെ ഫസ്റ്റ് വേർഷൻ എന്താണെന്നറിയാമോ? കരുണ, മനസ്സലിവ്, ദയ, ഔദാര്യം. ഇതാണ് കൃപയുടെ ഫസ്റ്റ് ലെവല്. പക്ഷേ എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത് കൃപയുടെ അത്യന്ത ധനമെന്നാണ് പറയുന്നത്. കൃപയുടെ അത്യന്ത ധനം എന്താണെന്നറിയാമോ? കൃപാവരങ്ങളാണ്. 9 കൃപാവരങ്ങളാണ്. അതിൽ ആദ്യത്തെ 3 ബുദ്ധിമണ്ഡലത്തിൽ വ്യാപരിക്കണം. ജ്ഞാനത്തിൻ്റെ വരം, പരിജ്ഞാനത്തിൻ്റെ വരം, വിവേചനത്തിൻ്റെ വരം. ഇത് 3 എവിടെ വ്യാപരിക്കേണ്ടതാണ്? ബുദ്ധിയിൽ വ്യാപരിക്കേണ്ടതാണ്. അടുത്ത 3 കൃപാവരങ്ങൾ നമ്മുടെ ശബ്ദത്തിലും നാവിലും വ്യാപരിക്കണം. അന്യഭാഷകൾ, പ്രവചനം, വ്യാഖ്യാനം. ഇത് 3 എവിടെ വ്യാപരിക്കണം? നമ്മുടെ നാവിൽ വ്യാപരിക്കണം. അടുത്ത 3 കൃപാവരങ്ങൾ പ്രവൃത്തി മണ്ഡലത്തിൽ വെളിപ്പെടണം. വിശ്വാസം, രോഗശാന്തി, വീര്യപ്രവൃത്തി. ഇങ്ങനെ 9 കൃപാവരങ്ങളാണ് കൃപയുടെ അത്യന്ത ധനം. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയട്ടെ. ഒരു ദൈവസഭ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുന്നതിൻ്റെ 1-ാമത്തെ ലക്ഷണമായി ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി. നമ്മൾ കർത്താവിൻ്റെ വരവിനെ എങ്ങനെ അളക്കുന്നതെന്നറിയാമോ? ഇറാഖി ബോംബ് വീഴുമ്പോൾ, ട്രംപ് യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ പറയും യേശു വരാറായി, യേശു വരാറായി. അപ്പോഴത്തേക്ക് നമ്മൾ പിറ്റേ സഭായോഗത്തിന് പാടും, പക്ഷേ യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നേ. അങ്ങ് പാടണം, നശിച്ചിടുന്നെന്ന് പാടണം. ഒരു സ്വസ്ഥതയില്ല മനുഷ്യർക്ക്. എന്ത് രസമാണ് പാടാനെന്നറിയാമോ? ഒരു സ്വസ്ഥതയില്ല മനുഷ്യർക്ക്. പക്ഷെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നത് നെതന്യാഹു വെടിപൊട്ടിക്കുമ്പോഴല്ല, ഇറാഖിൽ യുദ്ധം നടക്കുമ്പോഴല്ല, പകരം ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു.
there must be a visible grace in our life. അപ്പോസ്തല പ്രവൃത്തി 11:23 വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് ബർന്നബാസിനെ കുറിച്ച് പറയുന്നത്. അവൻ ചെന്ന് അന്ത്യോക്യയിലെ സഭയിലെ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. നമ്മുടെ സഭയിലേക്ക് ഒരുത്തൻ വന്നു കഴിഞ്ഞാൽ എന്ത് കണ്ട് സന്തോഷിക്കണം? അവൻ ചെന്ന് ദൈവ കൃപ കണ്ട് സന്തോഷിക്കണം. There must be a manifestation of grace in our midst, in our family, in our personal life, in our church. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നു, I want to be filled with the grace of God? ഞാൻ 7 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഞാൻ അവസാന ഭാഗം പറഞ്ഞ് പൂർത്തീകരിക്കുകയാണ്. മനുഷ്യർ കണ്ട് കാണത്തക്കവണ്ണം ഒരു കൃപ എൻ്റെ മേൽ വരണം. കണ്ണുകളെ അടച്ചാട്ടെ, പുസ്തകങ്ങളെ മടക്കി നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ വെച്ച് എഴുന്നേറ്റ് നിന്നാട്ടെ. ശബ പ്രവർത്തനീയ